ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കണിമംഗലത്തെ സ്വത്തുക്കൾ മുഴുവൻ തന്റെ പേരിലാകാൻ വേണ്ടി സൂര്യയ്ക്ക് ചികിത്സ വേണമെന്ന് പറഞ്ഞ് മുൻകൈ എടുത്തത് കൽപ്പനയാണ്. എന്നാൽ ഇപ്പോൾ പതിയെ ആ ആഗ്രഹത്തിനെല്ലാം മങ്ങലിട്ടിരിക്കുകയാണ്. സ്നേഹം നടിച്ച് കൽപ്പന സൂര്യയെ കൊണ്ട് ബീച്ചിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൽപ്പന സൂര്യയെ വീൽ ചെയറിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ്. അതിനുശേഷം കൽപ്പന അവിടെ നിന്ന് ഓടിമറഞ്ഞ് സൂര്യ താഴെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ്. അതേസമയം തന്നെ ആ ബീച്ചിൽ ഒരു സൈഡിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വരുണും രാധികയും. പെട്ടെന്നാണ് സൂര്യയുടെ നിലവിളി കേട്ട് അവരങ്ങോട്ടേക്ക് നോക്കുന്നത്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വരുണും രാധികയും. പെട്ടെന്ന് തന്നെ അവര് സൂര്യയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും സൂര്യ തിരികെ വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പന. കൽപ്പനയുടെ വഞ്ചന താങ്ങാനാകാതെ വിഷമത്തോടെ ഇരിക്കുകയാണ് സൂര്യ. സൂര്യയുടെ വിഷമം മാറ്റാനായി പാട്ട് പാടുകയാണ് രാധിക. രാധികയുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ സൂര്യയുടെ മനസ്സിൽ നിന്നും പാതി ഭാരം പോവുകയാണ്. പെട്ടെന്ന് തന്നെ സൂര്യക്ക് തന്റെ കാൽവിരലുകൾ അനക്കാൻ സാധിക്കുന്നു. സൂര്യ അതവരെ വിളിച്ചു കാണിക്കുമ്പോൾ ഇത് കാണുന്ന വരുണിനും രാധികയ്ക്കുമൊക്കെ സന്തോഷമാവുകയാണ്. അതേസമയം ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കൽപ്പന. തുടർന്ന് കൽപ്പന അപ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനെയും ഗൗതത്തിനെയും ഉർവശിയെയും വിളിച്ചറിയിക്കുന്നു. ഇനിയും രാധിക കണിമംഗലത്ത് തുടർന്നാൽ നമുക്കത് ആപത്താകുമെന്ന് കൽപ്പന പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് മൂവരും. അതിന്റെ ഭാഗമായി രാധികയെ ഒഴിവാക്കാനായുള്ള പ്ലാൻ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരന്റെയും ഗൗതത്തിന്റെയും ഒക്കെ പ്ലാൻ പ്രകാരം ദേഹത്തെല്ലാം കരിവാരി തേച്ചുകൊണ്ട് കള്ളന്മാരെ പോലെ വന്നിരിക്കുന്ന കുറച്ചു പേരെയാണ്. അവർ വന്നയുടൻ തന്നെ രാധികയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തടയാനെത്തുന്ന വരുണിനെയും അവർ ആക്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും മറ്റുള്ളവരും. വന്നിരിക്കുന്ന കള്ളന്മാരിൽ ഒരാൾ വരുണിനെ പിടിച്ച് കെട്ടുന്നത് കൊണ്ട് തന്നെ വരുണിന് കിടന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ സാധിക്കുന്നില്ല. അതേസമയം തന്നെ തന്റെ വീൽ ചെയറിൽ സൂര്യയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ഒരു ഗുണ്ട വന്ന് രാധികയുടെ കയ്യിൽ പിടിക്കുകയും രാധികയെ കുത്താനായി കത്തിയെടുക്കുകയും ചെയ്യുന്നു. കത്തി രാധികയ്ക്ക് നേരെ അടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ഗുണ്ടയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സൂര്യ. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് ആ ഗുണ്ടയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് സൂര്യ. അതിനുശേഷം സൂര്യ ആ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുന്നു. ഈ കാഴ്ച കാണുന്ന വരുണും പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയും ബാക്കിയുള്ള ഗുണ്ടകളെ അടിച്ചൊതുക്കുകയും ചെയ്യുകയാണ്. ഈ കാഴ്ച കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും തന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയ അവസ്ഥയിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പനയും ഗൗതമും. അങ്ങനെ സൂര്യ തിരികെ ജീവിതത്തിലേക്ക് പുതുചൂടുമായി എത്തിയിരിക്കുകയാണ്. ഇനി കൽപ്പനയ്ക്ക് കണിമംഗലത്ത് തുടരാൻ സാധിക്കുമോ? കൽപ്പനയുടെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരുടെയും മുമ്പിൽ സൂര്യ തുറന്നു പറയുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.